അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് വേണ്ടി തകർത്തുള്ള പ്രിപ്പറേഷനിലായിരിക്കും എൻ്റെ മക്കൾ എന്നൊക്കെ മിസ്സിന് അറിയാം. പഠിച്ച് പൊളിച്ച് നമ്മൾ എന്താണ് ഈ ഒരു ഓണം എക്സാം തകർത്തെഴുതും. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പ്ലസ് നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ഷുവറായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉറപ്പിച്ചോ 2025 എൻ്റെ കുട്ടികളുടെ ഓണം ക്വസ്റ്റ്യൻ പേപ്പർ, ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ലെറ്റർ റൈറ്റിംഗ് നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുമ്പോൾ ലെറ്റർ, ഡയറി ഇങ്ങനത്തെ കുറച്ച് മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ലെറ്റർ. അപ്പോൾ ലെറ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്, ഫോർമൽ ലെറ്റർ ഉണ്ട് അല്ലേ. ഇൻഫോർമൽ ലെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതുവാണെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽസുമായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. രണ്ടിൻ്റെ ഫോമാറ്റ് വേറെ വേറെയാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിന് ഒന്ന് കാര്യമായിട്ട് പരിചയപ്പെടാം. ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ എന്ത് എഴുതും, അത് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, അതിനുശേഷം സല്യൂട്ടേഷൻ കൊടുക്കുന്നു അല്ലേ. ഡിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ആദ്യം തന്നെ നമ്മൾ ആ ഒരു മാറ്റർ എഴുതാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അടുപ്പമുള്ള ഒരാൾക്കാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത് അല്ലേ. അപ്പോൾ കാര്യമായിട്ട് അവരുടെ അടുത്ത് എന്ത് ചോദിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ, അവരുടെ വിശേഷങ്ങളൊക്കെ, അവർക്ക് കുറച്ച് സ്നേഹമൊക്കെ തോന്നട്ടെ അല്ലേ, നമ്മുടെ സ്നേഹം അവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ കുറച്ച് സുഖമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഹാപ്പി ആൻഡ് ഹെൽത്തി. നീ അവിടെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ മിസ് യു എ ലോട്ട് അല്ലേ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നു. ഇനിയോ എവറിത്തിങ് ഈസ് ഫൈൻ ഹിയർ. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു ലെറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സംതിങ് ഇമ്പോർട്ടൻറ്റ് വിത്ത് യു. ഇനി എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്ത്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സംതിങ് ഇമ്പോർട്ടൻറ്റ് വിത്ത് യു. എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഇനി എന്ത് എഴുതാം, ഇനി മാറ്റർ എഴുതാനുള്ള സ്ഥലമാണ്. ആ മാറ്റർ അങ്ങോട്ട് എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, എന്താണ് കാര്യം എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് എഴുതാം. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. സോ നോ വറീസ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും എഴുതാനുണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. ദെൻ പ്ലീസ് റൈറ്റ് ബാക്ക് സൂൺ. അവസാനം നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം, പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ച് മറുപടി എഴുതണേ. ഗിവ് മൈ വിഷസ് ടു യുവർ ഫാമിലി. നിൻ്റെ ഫാമിലിയുടെ അടുത്ത് എൻ്റെ അന്വേഷണമൊക്കെ പറയണം. ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പേര് എഴുതുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ലെറ്ററിന്. ഇനി അഡ്രസ്സ് നമ്മളിപ്പോൾ പറഞ്ഞ ഫോമാറ്റ് തന്നെയാണ്. അഡ്രസ്സ്, അതുപോലെ തന്നെ ഡേറ്റ്, സല്യൂട്ടേഷൻ, ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, യുവേഴ്സ് ലവിംഗ്ലി, ദെൻ നെയിം. ഇത്രയേ ഉള്ളൂ ലെറ്ററിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഫോർമൽ ലെറ്ററിന്. ഇനി ഫോർമൽ ലെറ്റർ ആണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് അല്ലേ. ഈ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രം അഡ്രസ്സ് എഴുതണം. അപ്പോൾ ഫ്രം എന്ന് എഴുതണം നിർബന്ധമുണ്ടോ, ഇല്ല. ആ അഡ്രസ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും. ഫ്രം എന്ന് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അഡ്രസ്സ് എഴുതുന്നു, ടു അഡ്രസ്സ് ആർക്കാണ് എന്നുള്ള കാര്യം എഴുതുന്നു. ദെൻ ഒരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മുടെ ഡേറ്റ് അല്ലേ, ഡേറ്റ് എഴുതുന്നു. ദെൻ എന്താണ് സല്യൂട്ടേഷൻ, സല്യൂട്ടേഷൻ എന്തായിരിക്കും, സർ അല്ലേ, സർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മാം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ആരാണ് നിങ്ങൾ എന്നുള്ള കാര്യം. ദെൻ എന്താണ് മാറ്റർ. ലാസ്റ്റ് എന്താണ് യുവേഴ്സ് ലവിംഗ്ലി എഴുതി വയ്ക്കാൻ പറ്റുമോ, നമ്മുടെ പ്രിൻസിപ്പളിനൊക്കെ ലെറ്റർ എഴുതുമ്പോൾ യുവേഴ്സ് ലവിംഗ്ലി കുട്ടപ്പൻ എന്ന് എഴുതി വയ്ക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ എന്തെഴുതാം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നെഴുതാം. ഓക്കെ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, എന്നിട്ട് നമ്മുടെ നെയിം എഴുതുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി ഇൻഫോർമൽ ലെറ്റർ വരാനുള്ള ചാൻസ് ആണ് ഉള്ളത്. എന്നാലും ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റും എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അതിനും എന്തൊക്കെ ജനറലായിട്ട് എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ, മാരത്തോൺ ക്ലാസ്സുകളിൽ മിസ് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇൻഫോർമൽ ലെറ്ററിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഓപ്പണിംഗ് സെൻറ്റൻസസ് എന്തൊക്കെ നമുക്ക് എഴുതാം എന്ന് ജനറലായിട്ട് മിസ് പറഞ്ഞുതരാം. ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്ന് എഴുതാം അല്ലേ. ഇല്ലെങ്കിലോ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ റോട്ട് ടു യു. നിനക്ക് ഞാൻ എഴുതിയിട്ട് ഒത്തിരി നാളായി. ഐ വാസ് സോ ഹാപ്പി ടു ഗെറ്റ് യുവർ ലെറ്റർ. അല്ലെങ്കിൽ ഒരു മറുപടി കത്താണെങ്കിൽ എന്താ, നിന്റെ ലെറ്റർ കിട്ടിയാൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ വിത്ത് യു ആൻഡ് യുവർ ഫാമിലി. നീയും നിന്റെ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സംതിങ് ഇമ്പോർട്ടൻറ്റ് വിത്ത് യു. നമ്മൾ കണ്ടതാണ്. ഐ മിസ് ടോക്കിംഗ് ടു യു, സോ ഐ തോട്ട് ഓഫ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ മിസ് ചെയ്യാണ്, അതുകൊണ്ട് ഞാൻ ഒരു ലെറ്റർ എഴുതാം എന്ന് വിചാരിച്ചു. പിന്നെന്താ, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ ഡേയ്സ്. ഐ ഹാവ് something exciting to tell you. I just wanted to say hello and share some news. I hope you are happy and healthy.
ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് തന്നെ അങ്ങോട്ട് മുഴുവൻ എഴുതി വെക്കാനല്ല പറയുന്നത്, ഓപ്പണിംഗ് സെൻറ്റൻസ് മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് ക്ലോസിംഗ് സെൻറ്റൻസും കൂടെ നോക്കാം അല്ലേ. ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ. ഓക്കെ, നിന്റെ കയ്യിൽ നിന്ന് വേഗം തന്നെ മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ടേക്ക് കെയർ ആൻഡ് റൈറ്റ് ബാക്ക് സൂൺ. ദെൻ ഗീവ് മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി. നിന്റെ ഫാമിലിനൊക്കെ എൻ്റെ റിഗാർഡ്സ് എന്താണ് അന്വേഷണങ്ങൾ അറിയിക്കുക. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. പിന്നെ എന്താണ് സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. വിൽ റൈറ്റ് മോർ ലേറ്റർ. ഓക്കെ, പിന്നീട് കുറേ എഴുതാം. മിസ്സിംഗ് you a lot, let's meet soon, bye for now, take care. ഇന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം നമുക്കൊരു ലെറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ ലെറ്റർ എഴുതുന്ന ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ ഫോമാറ്റ് എഴുതി എന്ന് വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഫോമാറ്റൊക്കെ കൃത്യമായിട്ട് ഉണ്ട് എന്ന് വെച്ചാൽ തന്നെ അവിടെ നിങ്ങൾക്ക് മാർക്ക് വീഴുന്നുണ്ടായിരിക്കും. പ്ലസ് ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. മാറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മാറ്റർ കയ്യിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം, ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ച് ബാക്കി എഴുതാനുള്ള കാര്യങ്ങളും കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് എൻ്റെ കുട്ടികൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കോമൻറ്റ് ബോക്സിൽ സെറ്റാണ് എന്നുള്ള കാര്യം പറയാം. ഇനി എന്ത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ താഴെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവ് ക്ലാസ്സിനൊക്കെ കൃത്യസമയത്ത് വരിക. ഈ ഒരു വർഷം നിങ്ങൾക്ക് തകർത്ത് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.